ബഹുമാനപ്പെട്ട ശേഖന സംസുലമായിട്ട് അവരോട് സഹോദരങ്ങളായതുകൊണ്ട് നിങ്ങൾ ഇവിടെ നമുക്ക് എന്നാൽ ഈ മഹത്തായ സമ്മേളനം, ആ സമ്മേളനത്തിൽ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും സാധിക്കും. പലരും ഇവിടെ കാര്യമായ നിലക്ക് സംസാരിക്കാനും വേണ്ട കാര്യങ്ങൾ ഉപദേശിക്കാനും ആളുകൾ ധാരാളം ഉണ്ട്. നാം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ആ കാര്യത്തെപ്പറ്റി ആലോചിക്കണം, മനസ്സിലാക്കുകയും വേണം. അങ്ങനെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും നിങ്ങൾ ശരിക്കും നിലകൊള്ളതിന് മാത്രം ഈ അവസരത്തിൽ ഒരു വിദേശ പ്രതിനിധിയായി എത്തിയിട്ടുള്ളത് മറ്റൊരാളി ഷേഖ് അഹമ്മദ് മുഹമ്മദ് ആണ്. സ്ഥലം മന്ത്രിമാർക്കും മറ്റും പോകുവാൻ വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്ന് വളരെ വിനീതമായി നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾക്ക് നിങ്ങൾ സ്വയം വിധേയരാകണമെന്ന് അപേക്ഷിക്കുന്നു. പ്രമുഖ കവാടത്തിന്റെ നേരെയുള്ള സ്ഥലം വഴിയായി ഒഴിവാക്കി എത്തിയിട്ടുണ്ട്. ആ സ്ഥലം ഒഴിവാക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവിടെ ആരോഗ്യത്തിൽ നിൽക്കരുത്, ദയവ് അവിടെ ഇരിക്കണം. പാലിക്കാതെ വന്നിരിക്കുന്ന ഈ പരിസ്ഥിതി ആ നടുവിലുള്ള സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെയുള്ള വിശിഷ്ട അതിഥികളുടെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആകാംക്ഷായിരിക്കുന്ന അതിഥികളുടെ പ്രസംഗത്തിന് വേണ്ടി സമയം ചെലവഴിക്കാതെ സമയം വേഗം അവർ പ്രസംഗിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. നടുവിലുള്ള വഴി ഒഴിഞ്ഞു തന്നെ കിടക്കട്ടെ. ഇനി വീണ്ടും ഒരു അനൗൺസ്മെന്റിന്റെ ആവശ്യം വരരുത്. إدارة الأوقاف والشؤون الإسلامية بدبي فليتفضل فاعلته مشكورة ويترجم خطبته الأخ مصطفى الموظف بالإدارة. السلام عليكم ورحمة الله وبركاته. كيف يشاء، فمن ثبت قلبه على الإيمان فقد نجا وعبر، ومن تقلب قلبه عن الإيمان فقد غرق واندثر. وأشهد أن لا إله إلا الله وحده لا شريك له شهادة من قالها بإخلاص أسكنه الله فسيح جناته، فهو مع المقربين الشهود، سيد الأولين والآخرين، وإمام المتقين، وأفضل الأنبياء والمرسلين، وخير خلق الله أجمعين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم، وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وارض اللهم عن الخلفاء الراشدين والصحابة أجمعين، وارض اللهم عن إمامنا وشيخنا وإمام مذهبنا الإمام محمد بن إدريس الشافعي رضي الله تعالى عنه، وارض اللهم عن قدوتنا وإمامنا الإمام أبو الحسن الأشعري رضي الله تعالى عنه. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين
അള്ളാഹുവിന്റെ കരുണാകടാക്ഷങ്ങൾ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഇമാമും മഹാപണ്ഡിതനുമായ മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി തആല അവർക്കും പിന്നെ നമ്മുടെ അഖീദയുടെ ഇമാമായ